ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ തലേ ദിവസത്തെ ഗ്രോസറി പർച്ചേസിന് വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് എഗ്സ് ഒക്കെ നമുക്ക് അടുക്കി വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ചെയ്യുന്ന കാര്യം ഒരു മോർണിംഗ് റുട്ടീൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ പകുതി കാര്യം തലേദിവസം കംപ്ലീറ്റ് ആക്കാതെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ അടുത്തിരുന്നിരുന്ന ഒരു ഡ്രോവറിൽ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് ഡീക്ലട്ടർ ചെയ്യാമെന്നാണ് ഓർക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഡ്രോവറിലും ഉണ്ടായിരുന്നു ഫുൾ സാധനങ്ങൾ നിലത്തിട്ടു. അപ്പം എടുത്ത് വെക്കാൻ പറ്റുന്നതൊക്കെ അന്നേരം എടുത്ത് വെച്ചു. അതിൻ്റെ പ്രോപ്പറായിട്ട് പ്ലേസ് ഉള്ളതൊക്കെ. ബാക്കി സാധനങ്ങൾ നോക്കിയപ്പം എല്ലാം ആവശ്യമില്ലാത്ത അപ്പോൾ പകുതി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് ഒരു സ്മൂത്തിയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പഴം നല്ലപോലെ പഴുത്ത് വന്നപ്പം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓട്സ് ഇട്ടു, പിന്നെ അതേപോലെ തന്നെ ആൽമണ്ട്സും പിന്നെ കുറച്ച് മിൽക്കും കൂടെയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്മൂത്തി റെഡിയാക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ മാത്രമേ ഈ ഒരു സ്മൂത്തി രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഷ്ടമായിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളിവിടെ പുട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് ഇന്ന് ഞാനത് എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ബ്ലെൻഡ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ മുകളിൽ കുറച്ച് ചിയ സീഡ്സും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഐസ് ക്യൂബ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. എനിക്ക് തണുപ്പ് അധികം വേണ്ടാത്തത് കാരണം ഞാൻ ഐസ് ക്യൂബ് ഇട്ടിട്ടില്ല. അതേസമയം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് നോക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ആ ഒരു രാവിലെ സമയത്തൊക്കെ നമുക്ക് നല്ല തണുത്തത് കഴിക്കാൻ കുറച്ച് മടിയുണ്ടാവുമല്ലോ, അതുകൊണ്ടും കൂടി ഞാൻ ഈ ഐസൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പണി ഉണ്ടായിരുന്നു വെച്ചാൽ കുട്ടികളുടെ സ്കൂൾ ഓപ്പൺ ആയിട്ട് ഓൾറെഡി കുറച്ച് ദിവസമായി. പക്ഷേങ്കിൽ എനിക്കിത് റാപ്പ് ചെയ്യാനായിട്ടുള്ളൊരു മടി കാരണം ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഫൈനലി ഞാൻ കുറച്ച് റാപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അത് മാത്രമല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് ഫിസിക്കലി ഡിഫിക്കൽട്ടി ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഞാൻ ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രമേ ചെയ്തുള്ളൂ. ഒരു 5-6 ബുക്സ് ഒക്കെ മാത്രമേ ഞാൻ റാപ്പ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒറ്റയടിക്ക് തീർന്നിട്ടൊന്നുമില്ല, കുറച്ചും കൂടെ പെൻഡിങ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നോമ്പിനൊക്കെ മുമ്പാണ് കേട്ടോ. എനിക്ക് പിന്നെ ഇത് സോർട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒന്നുമുള്ളൊരു സാവകാശം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം കുറച്ച് ബുക്സൊക്കെ റാപ്പ് ചെയ്തതിന് ശേഷം ഞാനൊരു മാഗസിൻ മറിച്ച് നോക്കിയപ്പോഴാണ് അതിൽ ഒരു ഡിഫറെൻറ്റ് ടൈപ്പുള്ള ഒരു വർക്കൗട്ടിനെ കുറിച്ച് കാണുന്നത്. ഇതിൻ്റെ പിക്ചേഴ്സൊക്കെ ഞാൻ റീസെൻ്റ്ലി അല്ലാതെയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് അറിഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ബ്രൗസ് ചെയ്യുന്നുണ്ട് എന്താ സംഭവം എന്നുള്ളത്. ഒരു ക്യൂരിയോസിറ്റി കാരണം ഞാനൊന്ന് സെർച്ച് ചെയ്ത് തുടങ്ങിയതാണെങ്കിലും അതിൻ്റെ റിസൾട്ട് കണ്ടപ്പോഴത്തേക്കിനും നല്ല രസമുണ്ട് കേട്ടോ. ഇത് കൂടുതലും അതിൽ പറയുന്നത് ഇവർ ചെയ്യുന്നത് ടോപ്പ് സ്ട്രെച്ചിങ് ഒക്കെയാണ്. പിന്നെ ലേഡീസ് ഓൺലി മാത്രമായിട്ടുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നമ്മളുടെ അടുത്താണ് അതിൻ്റെ ഒരു ലൊക്കേഷനൊക്കെ. പക്ഷേങ്കിൽ ഈവൻ ട്രയൽ ക്ലാസ്സിനാണെങ്കിലും അതിന് പേ ചെയ്യണം. അപ്പോൾ അവരെനിക്കൊരു വീഡിയോ ഒക്കെ അയച്ചു തന്നു. അതിൽ കോൺടാക്ട് നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ ഒന്ന് അന്വേഷിച്ച് നോക്കി എന്താണ് ഇതിലുള്ളതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ എയറോബിക്സും അതേപോലെ സുംബയും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വർക്കൗട്ട് സെഷൻസ് ഉണ്ട്. അതിനകത്ത് എനിക്ക് കണ്ടപ്പോൾ ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു സ്ട്രെച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കൗട്ട് സെഷൻസ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ട്രയൽ സെഷൻസ് എടുക്കാം. പിന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്യണമെന്നൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാവുന്നതാണ്. അപ്പം ഞാൻ വെറുതെ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നോമ്പിന് മുമ്പായിരുന്നു കാരണം ഞാൻ പറഞ്ഞു അപ്പോൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലോ, അപ്പോൾ റമദാൻ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ട്രയൽ സെഷൻസ് ബുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും അവിടെ പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡീറ്റെയിൽസ് പറ്റുമെങ്കിൽ കവർ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു
നമ്മുടെ നോർമൽ ബെഡ്ഷീറ്റ് ഇല്ലേ, ആ നോർമൽ ബെഡ്ഷീറ്റിനെ നമുക്ക് ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആക്കിയിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണല്ലോ, അതങ്ങ് ഫിറ്റ് ചെയ്ത് കിടന്നോളും, അത് നമ്മൾ മാറ്റുന്നത് വരെ അത് മാറത്തില്ല. അപ്പം ഞാൻ നോർമൽ ബെഡ്ഷീറ്റിനെ ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആക്കിയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനത് വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഇനിയുള്ള ക്ലീനിങ്ങിൽ ഞാനിവിടെ ഉപയോഗിക്കുന്നത് മൈക്രോഫൈബർ ക്ലോത്ത് ആണ് കേട്ടോ. ഈ ഒരു മൈക്രോഫൈബർ ക്ലോത്ത് നമ്മൾക്കിപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പേഴ്സോ അല്ലെങ്കിൽ നമ്മൾ പേപ്പർ ടവൽസ് ഒക്കെ ഉപയോഗിക്കുമല്ലോ, അപ്പം അതിനൊക്കെ പകരം ഉപയോഗിക്കാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ പറയപ്പെടുന്നത് ഒരു മൈക്രോഫൈബർ ക്ലോത്ത് എന്ന് പറയുന്നത് നമ്മളതിനെ പ്രോപ്പറായിട്ടൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ കുറഞ്ഞത് 500 തവണ നമ്മൾക്ക് കഴുകി വാഷ് ചെയ്യുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കാം എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മളാരും ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കിനും അങ്ങനെ കൗണ്ട് ചെയ്യുന്നൊന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ മൈക്രോഫൈബർ ക്ലോത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ നൂലിങ്ങനെ പൊഴിഞ്ഞു പോകുമോ അതേപോലെ അതിങ്ങനെ പൊങ്ങി വരുമോ ഒന്നുമില്ല. നമുക്കറിയാമല്ലോ, ചില ക്ലോത്ത്സ് ഒക്കെ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്ത്സ് ആണെങ്കിലും കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പൊങ്ങി വരത്തില്ലേ നൂലൊക്കെ. അപ്പം അങ്ങനെയൊന്നും തന്നെ ഈ ഒരു മൈക്രോഫൈബർ ക്ലോത്തിൽ ഉണ്ടാവത്തുമില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ത്രെഡ് ഒന്നും തന്നെ പൊഴിഞ്ഞു പോകത്തുമില്ല. പിന്നെ ഇതാണെങ്കിൽ നമുക്ക് ഏത് ടൈപ്പിലുള്ള അഴുക്കാണെങ്കിലും പൊടിയാണെങ്കിലും അതേപോലെ തന്നെ ഗ്രീസ് ആണെങ്കിലും ഓയിലാണെങ്കിലും ഒക്കെ വൈപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മളുടെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഏരിയനെ നമ്മൾ അവിടെ നിന്ന് പൊടി എടുത്ത് കളയുന്നതിനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടി ഇത് ഉപയോഗിക്കാനായിട്ട് ഇഷ്ടമായിട്ടുള്ളത് വെറ്റായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ തുടച്ചെടുക്കുവാണെങ്കിൽ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് കിട്ടുന്നതായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് വാഷിംഗ് മെഷീനിലാണെങ്കിലും വാഷ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മളുടെ കയ്യിൽ പല ടൈപ്പിലുള്ള മൈക്രോഫൈബർ ക്ലോത്ത് നമുക്ക് കാണാനായിട്ട് കിട്ടും. അപ്പം ഇതിനകത്ത് നല്ല ക്വാളിറ്റിയുള്ള മൈക്രോഫൈബർ ക്ലോത്ത് ഏതാണെന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലതുപോലെ നോക്കിയാൽ അതിൻ്റെ ഇടയ്ക്ക്, അതായത് അതിലുള്ള ഓരോ ത്രെഡിൻ്റെയും ഇടയ്ക്ക് ഒട്ടും തന്നെ സ്പേസ് ഇല്ലാതെ നല്ലതുപോലെ അടുത്തടുത്താണ് ആ ത്രെഡ് ഇരിക്കുന്നതെങ്കിൽ അത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പക്ഷേങ്കിൽ ചില ക്ലോത്ത്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിലുള്ള ഓരോ ത്രെഡിൻ്റെയും ഇടയ്ക്ക് നല്ലതുപോലെ സ്പേസ് ഉണ്ടാവും, അതിലുള്ള ക്ലോത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയുള്ളതാണെങ്കിൽ അത് അധികം ക്വാളിറ്റി ഉണ്ടായിരിക്കത്തില്ല. അതേപോലെ തന്നെ നമ്മൾ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഡിഫറൻസ് അറിയാനായിട്ട് പറ്റും. നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ നല്ല സോഫ്റ്റ് ഒക്കെ ആയിരിക്കും, നമുക്ക് അങ്ങനെ ഒരു പരുപരുത്ത പ്രതലമൊന്നും അതിൽ കാണാനായിട്ട് പറ്റത്തുമില്ല. വാഷിംഗ് മെഷീനിൽ ഇടുമ്പോഴത്തേക്കിനും നമ്മളിപ്പം ഇതേപോലെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് മൈക്രോഫൈബർ ക്ലോത്ത്സ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഒരുമിച്ചിടുന്നതിന് കുഴപ്പമില്ല. അല്ലാതെ നമ്മളുടെ റെഗുലറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്ത്സിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. കഴുകിയതിന് ശേഷം അത് നമുക്ക് വെയിലത്തിട്ട് ഉണക്കാം. പിന്നെ നമ്മളിത് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ കളറ് വരുന്ന സംഭവങ്ങളില്ലേ, അതായത് ഇപ്പം ഓയിലോ ഗ്രീസോ അങ്ങനത്തെയൊക്കെ നമ്മൾ ഇതും കൊണ്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്താൽ നല്ലതുപോലെ ക്ലീൻ ആവും കേട്ടോ. ആ ഒരു ഏരിയ നല്ലപോലെ ക്ലീൻ ആവും. പക്ഷെ അതിനുശേഷം ഈ ക്ലോത്തിൽ നിന്ന് ഇതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. അതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നല്ലതുപോലെ അബ്സോർബിങ് പവർ ഉണ്ട് ഈ ഒരു ക്ലോത്തിന്. അപ്പം നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഏരിയ നല്ലപോലെ ക്ലീൻ ആവും, അതിനുശേഷം ഈ ക്ലോത്തിൽ ഒരു കളർ ഉണ്ടാവും. ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈവനിങ്ങിൽ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് പോയിട്ടുള്ളത് ഗ്ലോബൽ വില്ലേജിലേക്കാണ് കേട്ടോ. അപ്പം ഇത്തവണ അധികം ഗ്ലോബൽ വില്ലേജിൽ പോയിട്ടില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എക്സ്പോ നടക്കുന്നത് കാരണം എപ്പോഴൊക്കെ നമുക്ക് പോവാനായിട്ട് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടോ ആ സമയത്ത് എക്സ്പോയിലേക്ക് പോവാനാണ് ശ്രമിച്ചത്. കാരണം എക്സ്പോ എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ നടക്കുന്ന ഒന്നല്ലല്ലോ. അപ്പം ഗ്ലോബൽ വില്ലേജ് ആണെങ്കിൽ എല്ലാ വർഷവും ഉണ്ട്. അപ്പം ഈ വർഷം അധികം പോയി അവിടെ എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പിന്നീടായാലും പോവാം, അല്ലെങ്കിൽ ഇതിനു മുൻപും പോയിട്ടുണ്ട് എന്നുള്ളത് കാരണം ഏറ്റവും ലാസ്റ്റ് ആയപ്പോഴാണ്, ഒരുവിധം കഴിയാറായപ്പോഴാണ് ഇത്തവണ നമ്മൾ ഗ്ലോബൽ വില്ലേജ് ഒന്ന് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കാണാം കേട്ടോ. ഇത്തവണ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് അതൊരു വിൻഡോ ഷോപ്പിംഗ് ആയിരുന്നു. ഒരുവിധം എല്ലാ സാധനങ്ങളുടെയും പ്രൈസിൽ നല്ലതുപോലെ ഡിഫറൻസ് വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ്. ഇതിനൊക്കെ മുൻപ് പോകുമ്പോഴത്തേക്കിനും നമ്മൾക്ക് ഈസി ആയിട്ട് ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആയിരുന്നു ചീപ്പ് പ്രൈസിൽ. ഇത്തവണ എല്ലാ ഐറ്റംസിനും ഇപ്പം നമ്മൾ എന്ത് ഫുഡ് ഐറ്റം വാങ്ങണം എന്നുണ്ടെങ്കിൽ മിനിമം 30 to 35 dirhams കോസ്റ്റ് വരുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഫുഡ് മാത്രമല്ല, അല്ലാതെ നമുക്ക് വളരെ ചീപ്പായിട്ടും ഈസി ആയിട്ടും ഗ്ലോബൽ വില്ലേജിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന പല സാധനങ്ങളുടെയും കോസ്റ്റ് നല്ലതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്.
ഇവിടെ കണ്ട എനിക്കിഷ്ടപ്പെട്ട കുറച്ച് നല്ല നല്ല മൊമെന്റ്സ് ആണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ഗ്ലോബൽ വില്ലേജിൽ ഇതിനു മുന്നേ പോയിട്ടുള്ള ആളുകൾക്ക് ഇതൊരു കാര്യമായിട്ട് തോന്നില്ലായിരിക്കും. പക്ഷെങ്കിൽ ഇവിടെ അല്ലാതെ മറ്റേതെങ്കിലുമൊക്കെ രാജ്യത്തുള്ള ആളുകളാണെങ്കിൽ അവരിത് എൻജോയ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അടുത്തൊരു തവണ കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.